മാരൻ കുടുംബത്തിലെ തർക്കം സ്വത്തിനെ സംബന്ധിച്ചാണ്. അതായത് സൺ ടി വി കുടുംബം, അവരുടെ തർക്കം ഇപ്പോൾ വലിയ രീതിയിലേക്ക് വന്നു, നിയമപ്രശ്നങ്ങളിലേക്ക് കിടക്കുകയാണ്, വക്കീൽ നോട്ടീസൊക്കെ അയക്കുന്നു. എന്താണ് പ്രശ്നത്തിന് കാരണം? ഇത് ഭരണകുടുംബമാണ്. കരുണാനിധിയുടെ കുടുംബവും ഈ കുടുംബവും തമ്മിൽ വിവാഹബന്ധവും ഒക്കെ ഉണ്ട്. DMK-യിൽ ഉള്ളവരാണ് ഈ മാരന്മാർ. നേരത്തെ മുരശലിമാരൻ കേന്ദ്രമന്ത്രിയായിരുന്നു. മുരശലിമാരൻ്റെ മക്കളാണ് ദയാനിധിമാരനും കലാനിധിമാരനും. ദയാനിധിമാരൻ പഴയ കേന്ദ്രമന്ത്രിയാണ്, DMK-യുടെ MP ആണ്. അപ്പോൾ ദയാനിധിമാരൻ സൺ ടി വിയുടെ മൊത്തം നിയന്ത്രണം മുരശലിമാരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കലാനിധിമാരൻ കൈയടക്കി. ചേട്ടനാണ് കലാനിധി. അപ്പോൾ കലാനിധിമാരൻ കൈയടക്കിയിരിക്കുന്നു, പണമൊക്കെ വെട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. 10-ാം തീയതി, ജൂൺ 10-ാം തീയതിയാണ് നോട്ടീസ് അയച്ചത്. ആ നോട്ടീസിൽ ഒരുപാട് വിവരങ്ങളുണ്ട് ഈ തട്ടിപ്പിൻ്റെ. അത് 2003 മുതൽ ഈ ചേട്ടൻ കലാനിധി തട്ടിപ്പ് നടത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ദയാനിധിമാരൻ പറഞ്ഞിരിക്കുന്നത്. സൺ ടി വിയുടെ മുകളിൽ നിയന്ത്രണം, സ്വന്തം നിയന്ത്രണം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ അനധികൃതമായ ഷെയർ കൈമാറ്റങ്ങൾ, ഷെയർ സ്വന്തം പേരിലാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ കലാനിധിമാരൻ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. കലാനിധിയും മറ്റ് 7 പേരും കൂടി ചേർന്നിട്ടാണ് ഈ തട്ടിപ്പുകൾ നടത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ കലാനിധി മാരൻ്റെ ഭാര്യ കാവേരിയും ആ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മുതിർന്ന ഫിനാൻഷ്യൽ ധനകാര്യ കൺസൾട്ടൻറ്റുമാർ ഒക്കെ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. എന്നിട്ട് സൺ ടി വിയിലെ ഭൂരിപക്ഷ ഓഹരികൾ കൈവശപ്പെടുത്തി ഇദ്ദേഹം കലാനിധിമാരൻ. അത് എങ്ങനെ എന്നുള്ളത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. വ്യാജ ഷെയർ അലോട്ട്മെൻറ്റ് വഴിയാണ് അത് ചെയ്തിരിക്കുന്നത്. വ്യാജരേഖകൾ ചമച്ചിട്ടുമുണ്ട് അതിന്. അപ്പോൾ ഇത് ചെന്നൈയിലെ ലോ ധർമ്മ എന്ന് പറഞ്ഞ നിയമകാര്യ കമ്പനിയിലെ K. സുരേഷ് ആണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. മുരശലിമാരൻ്റെ കേന്ദ്രമന്ത്രിയായിരുന്ന മുരശലിമാരൻ്റെ ഇവരുടെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ അവസാനം ഈ അസുഖമായിട്ട് കിടന്നു അദ്ദേഹം 1 കൊല്ലത്തോളം. ആ കാലത്താണ് ഈ തട്ടിപ്പുകൾ കലാനിധിമാരൻ തുടങ്ങിയിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2002-2003 അബോധാവസ്ഥയിലായിരുന്നു 1 കൊല്ലത്തോളം ഈ മുരശലിമാരൻ. ആ കാലത്താണ് ഈ തട്ടിപ്പുകൾ തുടങ്ങിയിരിക്കുന്നത്. 2003 സെപ്റ്റംബർ 15 മുരശലിമാരനെ അമേരിക്കയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ചെന്നൈയിൽ കൊണ്ടുവന്നു. പിന്നെ കോമയിലാണല്ലോ. ചെന്നൈയിൽ കൊണ്ടുവന്ന ശേഷം കലാനിധിമാരൻ 12 ലക്ഷം ഓഹരികൾ സ്വന്തം പേരിലേക്ക് മാറ്റി. എന്ന് പറഞ്ഞാൽ മുരശലിമാരൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ കോമയിലായിട്ട് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഓരോ ഷെയറിനും 3000 രൂപയോ ഒക്കെ വിലയുള്ള സമയത്ത് ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ് 12 ലക്ഷം ഷെയർ എന്ന് പറഞ്ഞാൽ 1.2 കോടി രൂപ മാത്രമേ മുടക്കിയിട്ടുള്ളൂ, സ്വന്തം പേരിലാക്കി. അത് ബോർഡിൻ്റെ അനുമതി കിട്ടിയിട്ടില്ല, ഷെയർ ഹോൾഡർമാരുടെ പൊതുയോഗം ചേർന്നിട്ടില്ല, അങ്ങനെയാണ് സ്വന്തം പേരിലാക്കിയത്. ഷെയർ വാല്യൂ 2500 രൂപ മുതൽ 3000 രൂപ ഓഹരി വില ഉള്ളപ്പോഴാണ് ഈ ആദ്യം കൊടുക്കുമല്ലോ 10 രൂപയ്ക്ക്, ആ പൈസയ്ക്ക് തട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അന്ന് 253 കോടി രൂപ സൺ ടി വി നെറ്റ്വർക്കിന് റിസർവ് അല്ലെങ്കിൽ സർപ്ലസ് തുകയായിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു. ആ സമയത്താണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കലാനിധി തട്ടിയെടുത്തത് 60% ഷെയർസ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനായില്ലേ. ആ സൺ ടി വി നെറ്റ്വർക്കിൻ്റെ 60% ഷെയറും കലാനിധിമാരൻ്റെ കയ്യിൽ വന്നു. ഒറിജിനൽ പ്രൊമോട്ടർമാരുടെ ഓഹരി അത് കുറഞ്ഞുപോയി. ഒറിജിനൽ പ്രൊമോട്ടർമാരെന്ന് പറഞ്ഞാലും മുരശലിമാരൻ, കരുണാനിധി കുടുംബം, അവരുടെയൊക്കെ ഓഹരിയിൽ നിന്നാണ് ഈ വെട്ടിച്ച് സ്വന്തം പേരിലാക്കിയത്. ആ പ്രൊമോട്ടർമാരുടെ ഓഹരി 50% നിന്ന് 20% കുറഞ്ഞുപോയി. 3500 കോടി മുടക്കേണ്ട സ്ഥാനത്ത് കലാനിധി മുടക്കിയത് 1.2 കോടി മാത്രം ആണ് വാല്യുവായിട്ട് കമ്പനിയിലേക്ക് ഇട്ടത്. അപ്പോൾ 2003 നവംബർ 26-ാം തീയതി മുരശലിമാരൻ മരിച്ചിട്ട് 3-ാം ദിവസം
അന്ന് മരണ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് 2 ദിവസം മുമ്പേ വേറെ തട്ടിപ്പ് നടത്തി കലാനിധി മാരൻ. 95,000 ഷെയർ ഭാര്യ മല്ലിക മാരൻ്റെ പേരിലേക്ക് മാറ്റി. 95,000 ഷെയർ. എന്നിട്ട് ഈ മല്ലിക മാരൻ്റെ പേരിലുള്ള ഷെയർ പിന്നീട് കലാനിധി മാരൻ്റെ പേരിലേക്കും മാറ്റി. പിന്നെ ഇവർക്ക് വേറെ ഈ കമ്പനികളുണ്ട്. കുങ്കുമം പബ്ലിക്കേഷൻസ്, കുങ്കുമം എന്ന് പറഞ്ഞ് തമിഴിലും ഉണ്ട്, ആഴ്ചപ്പതിപ്പ് ഇറങ്ങുന്നുണ്ട്. കുങ്കുമം പബ്ലിക്കേഷൻസ്, കുങ്കുമം നിധിയകം എന്ന് പറഞ്ഞാൽ ഈ ബ്ലേഡ് കമ്പനി, കൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതിലും തട്ടിപ്പ് നടത്തിയെന്ന് ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇവയ്ക്ക് ഈ 3 കമ്പനികൾക്കും സൺ ടി വിയിൽ 2.85 ലക്ഷം ഓഹരി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 കമ്പനിയും കൂടി സ്വന്തമാക്കുമ്പോൾ ആ ഷെയറും കൂടി വരികയാണല്ലോ, 2.85 ലക്ഷം ഓഹരികൾ. അവയും കലാനിധിക്ക് 10 രൂപ വെച്ചിട്ട് മാറ്റി. കരുണാനിധിയുടെ ഭാര്യ ദയാളു എന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടല്ലോ, 3-4 ഭാര്യയിൽ ദയാലു. ആ ദയാലുവിൽ നിന്ന് 3,173 രൂപ 4 പൈസ വെച്ചിട്ടാണ് അവരുടെ ഷെയറുകൾ കലാനിധി മേടിച്ചത്. അപ്പോൾ ഷെയറിനന്ന് 3,173 രൂപ വിലയുണ്ട്. അത് വെച്ചിട്ടാണ് ദയാലുവിന് അവരുടെ ഷെയർ വാങ്ങുമ്പോൾ അവർക്ക് പൈസ കൊടുത്തിരിക്കുന്നത് സൺ ടി വി നെറ്റ്വർക്കിലെ. അപ്പോഴാണ് 10 രൂപയ്ക്ക് ഇയാൾ ഷെയർ അടിച്ചു മാറ്റിയിരിക്കുന്നത്. മല്ലിക മാരൻ ഭാര്യയ്ക്ക് 10.64 കോടി രൂപ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. കലാനിധി മാരൻ സ്വന്തം ഭാര്യയ്ക്ക്, അപ്പോൾ സ്വന്തം കുടുംബത്തിലാണല്ലോ ഈ കോടികൾ വരുന്നത്. 2006 IPO സമയത്ത് ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത്, IPO ഇറക്കുമല്ലോ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. അതായത് ആദ്യം സ്വകാര്യ ഉടമയിൽ ഇരിക്കുന്ന ഒരു കമ്പനി പിന്നീട് പൊതുജനത്തിന് ഷെയർ കൊടുക്കുന്നു, IPO. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനെ 10.64 കോടി രൂപ മല്ലിക മാരന് സ്വന്തം ഭാര്യയ്ക്ക് ഡിവിഡൻഡ് കൊടുത്തു എന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡിസ്ക്ലോസ് ചെയ്തത് വ്യാജമാണെന്ന് ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് 5 പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തട്ടിപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ നേടിയ പണമുണ്ടല്ലോ, ആ പണം സൺ ഡയറക്റ്റ് TV, കൽ റേഡിയോസ്, കൽ എയർവേസ്, സൺ പിക്ചേഴ്സ്, ആ നിർമ്മാണ കമ്പനി ഉണ്ടല്ലോ, സൺ പിക്ചേഴ്സ്, സൗത്ത് ഏഷ്യൻ FM, പിന്നെ ക്രിക്കറ്റ് ഫ്രാഞ്ചൈസി കമ്പനികൾ, സൺറൈസേഴ്സ് ഹൈദരാബാദ്, സൺറൈസേഴ്സ് ഈസ്റ്റേൺ കേപ്പ്, അതിലുമൊക്കെ ഉപയോഗിച്ചിരിക്കുകയാണ് ഈ തട്ടിപ്പ് പണം. അപ്പോൾ ഇത് അതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആയിട്ടേ കണക്കാക്കാൻ പറ്റൂ. ഒരു ക്രിമിനൽ കുറ്റം നടത്തി അതിൽ നിന്ന് കാശ് കിട്ടി അത് ഇത്തരം കമ്പനികളിൽ നിക്ഷേപിച്ചു. അത് ക്രിമിനൽ കുറ്റം വഴി നേടിയ പണമാണ്. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം തട്ടിപ്പ് 8,500 കോടി രൂപയുടെ വരും. അത് റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകൾ, ഇന്ത്യൻ വിദേശ റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകൾ, REIT എന്ന് പറയും, റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് നോട്ടീസ് വ്യക്തമാക്കുന്നുണ്ട്. കലാനിധിക്ക് ഇവിടെ നിന്ന് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്. 2003 മുതൽ 2023 വരെ 20 കൊല്ലം കലാനിധിക്ക് 5,926 കോടി രൂപ ഡിവിഡൻഡ് കിട്ടി. കഴിഞ്ഞ കൊല്ലം മാത്രം 455 കോടി രൂപ ഡിവിഡൻഡ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2024 സഹോദരി അൻബുക്കരശി, കഴിഞ്ഞ കൊല്ലം ഇവരുടെ സഹോദരി അൻബുക്കരശി ഇതുപോലൊരു നോട്ടീസ് അയച്ചു കലാനിധിക്ക്, താൻ തട്ടിപ്പ് നടത്തി, തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 500 കോടി രൂപ കൊടുത്തു അവർക്ക്. ഈ നോട്ടീസ് വന്നു കഴിഞ്ഞപ്പോൾ 500 കോടി രൂപ കൊടുത്തു. അപ്പോൾ ഈ കലാനിധി, ഈ മാരൻ കുടുംബത്തിൻ്റെ അകത്ത് ഭയങ്കരമായ വഴക്കുകൾ നടക്കുന്നു, ചേരിതിരിവുകൾ വന്നിരിക്കുന്നു, അടിച്ചു പിരിയുന്നു. അതൊന്ന്. 2, ഈ അൻബുക്കരശിക്ക് 500 കോടി രൂപ കിട്ടിയതുപോലെ ഈ നോട്ടീസ് കിട്ടുമ്പോൾ സംഗതി തട്ടിപ്പും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും
ഈ പണം കൊടുത്ത് വലിയ തുക 1000 കോടിയോ ഒക്കെ കൊടുത്ത് അതിന് വേണ്ടിയിട്ടാണോ നോട്ടീസ്, സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി സെറ്റിൽമെൻ്റ് ആണെങ്കിൽ തന്നെയും ഈ ബന്ധം സെറ്റിലാവുന്നില്ലല്ലോ. മാരൻ കുടുംബത്തിൽ മറ്റേ കരുണാനിധി കുടുംബത്തിൽ തന്നെയുള്ള അടി പോലെ, കാരണം കരുണാനിധിക്ക് മറ്റേ 3 ഭാര്യമാരിൽ കുട്ടികളുണ്ടല്ലോ, എന്നിട്ട് സംസ്ഥാനം വിധിച്ചു കൊടുക്കുകയാണല്ലോ. മറ്റേ ഒരാൾ മധുരഭാഗം ഒക്കെ നോക്കുക, ഇങ്ങനെ അയാൾ ഒരിക്കൽ കേന്ദ്രത്തിൽ മന്ത്രിയുമായി. അപ്പം ഇങ്ങനെ വിധിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കരുണാനിധി കുടുംബത്തിൽ എന്ന പോലെ മാരൻ കുടുംബത്തിലും അടിമൂത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.